ഹലോ നമസ്കാരം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സി പ്ലസ് പ്ലസ് വെച്ചിട്ട് പ്രോഗ്രാമിംഗ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു സംഖ്യയുടെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നതെന്നാണ്. അപ്പം ആദ്യം നമുക്ക് ഫാക്ടോറിയൽ എന്തുവാന്നുള്ളത് നോക്കാം. അപ്പം ആദ്യം നമ്മൾ ഫാക്ടോറിയൽ എന്തുവാന്ന് നോക്കാൻ പോവുക. ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫാക്ടോറിയൽ ഓഫ് 5. അപ്പം 5 എന്ന് പറയുന്ന സംഖ്യയുടെ ഫാക്ടോറിയലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതിങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 1 × 2 × 3 × 4 × 5. അതായത് 1-ൽ തുടങ്ങി ആ സംഖ്യ വരെയുള്ള എല്ലാ സംഖ്യകളും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് കിട്ടുന്ന ആ ഒരു തുകയാണ് ഫാക്ടോറിയൽ. ഇപ്പം 5ൻ്റെ ഫാക്ടോറിയൽ ആദ്യം 1 × 2 അത് 2 ആണ്. പിന്നെ 2 × 3 അത് 6 ആണ്. 6 × 4 24. പിന്നെ 24 × 25 120. അപ്പോൾ 5ൻ്റെ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താണ്? 120 ആണ് 5ൻ്റെ ഫാക്ടോറിയൽ. അതെങ്ങനെയാണ് കിട്ടുന്നത്? 1 × 2 ആ റിസൾട്ട് അതേ × 3 ആ റിസൾട്ട് അതേ × 4 ആ റിസൾട്ട് അതേ × 5. അതായത് 1 തൊട്ട് ആ സംഖ്യ വരെയുള്ള എല്ലാ സംഭവത്തെയും നമ്മളിങ്ങനെ ഗുണിച്ച് പോകണം. അതാണ് ഫാക്ടോറിയൽ. അപ്പം ഈ ലോജിക്കാണ് നമ്മൾ പ്രോഗ്രാമിങ്ങിൽ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് സി പ്ലസ് പ്ലസിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഓൺലൈൻ കമ്പൈലറാണ്. ഇൻ്റർനെറ്റിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം നമുക്ക് നമ്മുടെ സംഖ്യയില്ലേ, നമ്മൾ ഏത് നമ്പറിൻ്റെ ആണോ ഫാക്ടോറിയൽ കണ്ടുപിടിക്കേണ്ടത് ആ നമ്പർ യൂസറിൽ നിന്നും വാങ്ങണം. അപ്പോൾ ആ നമ്പർ വാങ്ങിയിട്ട് അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പം അതിനെ നമുക്ക് നമ്മെന്ന് വിളിക്കാം അല്ലേ. അതിനെ നമുക്ക് നമ്മെന്ന് വിളിക്കാം. ഇൻറ്റ് നമ്പ് നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. യൂസറിൽ നിന്നും വാങ്ങുന്നത് നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്യും. ഇവിടെ ഈ ഹലോ വേൾഡിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? എൻ്റർ എ പോസിറ്റീവ് നമ്പർ എന്ന് കൊടുക്കാം. അതായത് ഒരു പോസിറ്റീവ് നമ്പർ എൻ്റർ ചെയ്യുക. എന്നിട്ട് ആ നമ്പറിനെ നമ്മൾക്ക് ഇതിൻ്റെ അകത്തോട്ട് സി ഇൻ ചെയ്യാം. സി ഔട്ട് എന്ന് പറയുന്നത് എന്തുവാ? സി ഔട്ട് എന്ന് പറയുന്ന ഔട്ട്പുട്ട് കാണിക്കാനാണ്. അതായത് യൂസറിനോട് പറയണം നമ്മൾ ഒരു നമ്പർ എൻ്റർ ചെയ്യും. യൂസർ ആ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ അത് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻപുട്ടായിട്ട് സ്വീകരിക്കാനാണ് സി ഇൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ യൂസർ എൻ്റർ ചെയ്യുന്ന നമ്പർ നമുക്കിങ്ങനെ സി ഇൻ ചെയ്ത് കഴിഞ്ഞാൽ യൂസർ എൻ്റർ ചെയ്യുന്നത് ആ നമ്പെന്ന് പറയുന്ന വേരിയബിളിലോട്ട് പോകും. ഇനി ഫാക്ടോറിയൽ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ നമുക്ക് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ഫാക്ടോറിയൽ അതിന് ആദ്യത്തെ വാല്യൂ 1 പറഞ്ഞ് കൊടുത്തു വയ്ക്കണം. ഇനിയാണ് നമ്മൾ ഫാക്ടോറിയലിൻ്റെ ലോജിക്ക് എഴുതാൻ പോകുന്നത്. അതൊരു ലൂപ്പിലാണ് നമ്മൾ എഴുതുന്നത്. ഒരു ഫോർ ലൂപ്പ് കൊടുക്കുന്നു. ഇൻറ്റ് ഐയുടെ ആദ്യത്തെ വാല്യൂ 1, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മുടെ നമ്പർ i++. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ ഫാക്ടോറിയൽ ഈക്വൽ ടു ഫാക്ടോറിയൽ ഇൻറ്റു ഐ എന്ന് കൊടുത്താൽ നമ്മുടെ ലോജിക്കായി. എന്നിട്ട് അടുത്ത സി ഔട്ടിൽ ഫാക്ടോറിയൽ ഓഫ് നമ്മുടെ നമ്പർ, ഫാക്ടോറിയൽ ഓഫ് നമ്പർ. ഇവിടെ ഒരു സ്പേസ് കൊടുത്തേക്കാം. ഇവിടെ ഈസ്, അവിടെ ഒരു സ്പേസ് ഇരിക്കട്ടെ. ഓക്കെ, ഫാക്ടോറിയൽ. അപ്പോൾ നമ്മളിവിടെ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ നമ്പെന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അത് നമ്മൾ യൂസർ ഇൻപുട്ട് ചെയ്യുന്ന നമ്പറിൻ്റെ ആണ്, നമ്പർ സ്റ്റോർ ചെയ്യാനാണ്. ആ നമ്പറിൻ്റെ ആണ് നമ്മൾ ഫാക്ടോറിയൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിലാണ് നമ്മൾ ഈ ഫാക്ടോറിയൽ ഈക്വൽ ടു 1 എന്ന് കൊടുത്തേക്കുന്നില്ലേ, ഈ വേരിയബിളിലാണ് നമ്മൾ ഫാക്ടോറിയൽ കണ്ടുപിടിച്ചിട്ട് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ സി ഔട്ട് എൻ്റർ എ പോസിറ്റീവ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യൂസർക്കൊരു മെസ്സേജ് വരും പോസിറ്റീവ് നമ്പർ എൻ്റർ ചെയ്യാനായിട്ട്. അപ്പം യൂസർ എൻ്റർ ചെയ്യുമ്പോൾ നമ്മളത് സി ഇൻ ചെയ്തിട്ടുണ്ട് നമ്മിലേക്ക്. എന്നിട്ട് നമ്മുടെ മെയിൻ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്ന ലോജിക്ക് എന്ന് പറയുന്നത് ഇവിടെയാണ് എക്സിക്യൂട്ട് ആവുന്നത്. ഫോർ i = 1, i less than or equal to num, i++,
ഫാക്ടോറിയൽ ഈക്വൽ ടു ഫാക്ടോറിയൽ ഇൻറ്റു ഐ. അപ്പോൾ ഇവിടെ നടക്കുന്ന എന്താ സംഭവം എന്നറിയാമോ? ഈ ഒരു ലൂപ്പിൽ നടക്കുന്നത് ഈ സംഭവമാണ് ഈ ലൂപ്പിൽ നടക്കുന്നത്. അതായത് 5ൻ്റെ ഫാക്ടോറിയലാണ് 1 തുടങ്ങി 5 വരെയുള്ള സംഖ്യകൾ ഗുണിക്കണം. ഈ ഒരു ലോജിക്കില്ലേ, ഇതാണ് നമ്മൾ ഈ ലൂപ്പിൻ്റെ അകത്ത് നമ്മൾ ചെയ്തേക്കുന്നത്. ഫോർ ഐ ഈക്വൽ ടു 1 ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നം ഐ പ്ലസ് പ്ലസ്. എന്നിട്ട് നമ്മൾ ഫാക്ടോറിയൽ ഓഫ് നം പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റേതൊരു ഓൺലൈൻ കമ്പൈലറാണ്. അപ്പം ഞാൻ ഇൻപുട്ട് എന്താണോ അത് ഞാൻ ഇവിടെ കൊടുക്കണം. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ റൺ ചെയ്യുന്ന സ്ഥലത്തിൽ ആ ഒരു ഇത് വരുമ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഓൺലൈൻ കമ്പൈലർ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇവിടെ ഇൻപുട്ട് കൊടുത്തിട്ട് റണ്ണ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. അപ്പം എൻ്റർ എ പോസിറ്റീവ് നമ്പർ ഫാക്ടോറിയൽ ഓഫ് 5 ഈസ് 120 കിട്ടിയിട്ടുണ്ട്. ഈ പോസിറ്റീവ് നമ്പർ കഴിഞ്ഞിട്ടൊരു /n കൊടുക്കാം. അപ്പം ഒന്നും കൂടി ഒരു വൃത്തിക്ക് വരും. ഓക്കെ, എൻ്റർ എ പോസിറ്റീവ് നമ്പർ. അതെവിടുന്നാണ് വരുന്നത്? ഇവിടുന്ന്. അപ്പം നിങ്ങൾ കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പം ആ എൻ്റർ എ പോസിറ്റീവ് നമ്പർ എന്ന് വന്നു കഴിഞ്ഞിട്ട് നമ്പർ കൊടുക്കുമ്പോൾ അടുത്തത് വരും. ഞാനിവിടെ ഓൺലൈൻ കമ്പൈലർ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ കൊടുത്തേക്കാണ്. ഫാക്ടോറിയൽ ഓഫ് 5 ഈസ് 120. 5ൻ്റെ ഫാക്ടോറിയൽ എത്രയാണ്? 120 ആണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഉത്തരം കിട്ടുന്നുണ്ട്. ഈ ഈസിന് മുമ്പിൽ ഒരു സ്പേസ് വേണമെങ്കിൽ കൊടുത്തേക്കാം. ഇപ്പം 5 അല്ല കേട്ടോ, ഏത് സംഖ്യയുടെ വേണേൽ കിട്ടും. ഇപ്പം 6ൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കണമെങ്കിൽ റണ്ണ് കൊടുത്ത് അപ്പോൾ എൻ്റർ എ പോസിറ്റീവ് നമ്പർ ഫാക്ടോറിയൽ ഓഫ് 6 ഈസ് 720. ഏത് സംഖ്യയുടെ കൊടുത്താലും ഫാക്ടോറിയൽ കിട്ടും. പോസിറ്റീവ് നമ്പർ ആയിരിക്കണം. 0, 1 തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളായിരിക്കണം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ C++ വെച്ചിട്ട് ഒരു സംഖ്യയുടെ ഫാക്ടോറിയൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കി. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.